PV അൻവറിന് അടുത്ത പണി വരുന്നു. ഇടതുമുന്നണി വിട്ട് MLA സ്ഥാനം രാജിവെച്ച PV അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. അനധികൃതമായി 11 ഏക്കർ ഭൂമിയുടെ പോക്കുവരവ് നടത്തി സ്വന്തമാക്കിയെന്ന പരാതിയിലാണ് നടപടി. ആലുവയിൽ 11 ഏക്കർ ഭൂമി സ്വന്തമാക്കിയെന്നാണ് ആരോപണം. ഇത് സംബന്ധിച്ച പരാതി നേരത്തെ വിജിലൻസിന് ലഭിച്ചിരുന്നു. പാട്ടാവകാശം മാത്രമുള്ള ഭൂമി കൈവശപ്പെടുത്തിയെന്നായിരുന്നു വിജിലൻസിന് ലഭിച്ച പരാതിയിൽ പറഞ്ഞിരുന്നത്. തുടർന്ന് ഇതിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ വിജിലൻസ് വിശദമായ അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയായിരുന്നു. ഇതോടെയാണ് അൻവറിനെതിരെ അന്വേഷണത്തിന് ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറി ഉത്തരവിട്ടിരിക്കുന്നത്. കൊല്ലം സ്വദേശിയായ വ്യവസായി മുരുകേഷ് നരേന്ദ്രന്റെ പരാതിയിലാണ് മുൻ നിലമ്പൂർ MLA-ക്കെതിരെ അന്വേഷണം നടക്കുന്നത്. വിജിലൻസ് ഡയറക്ടർക്ക് ലഭിച്ച ഉത്തരവ് തിരുവനന്തപുരം വിജിലൻസ് യൂണിറ്റിന് കൈമാറിയിട്ടുണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 2-നാണ് അന്വേഷണത്തിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. പരാതിയിൽ വിശാലമായ അന്വേഷണം നടത്തി സമയപരിധിക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതോടെ അൻവറിനെതിരായ പോർമുഖം ഒന്നുകൂടി തുറക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇടതുമുന്നണി വിട്ടതിനു ശേഷം പലയിടത്തും അഭയം തേടിയ അൻവർ UDF പാളയത്തിലേക്ക് തന്നെ മടങ്ങിയിരുന്നു. ഇതോടെയാണ് സർക്കാർ കേസുകൾ പൊടിതട്ടിയെടുക്കുന്നത്. MLA പദവിയില്ലാത്തതിനാൽ തന്നെ ഇനി അൻവറിനെതിരായ നിയമ നടപടികൾ കൂടുതൽ എളുപ്പമാവുമെന്നാണ് സർക്കാർ കരുതുന്നത്. എങ്കിലും മുഖ്യമന്ത്രിയെ നിരന്തരം വിമർശന വിധേയമാക്കിയ അൻവറിന് പിന്നിൽ UDF ഉറച്ചു നിൽക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. അടുത്തിടെ നിലമ്പൂരിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരണപ്പെട്ടതോടെ അൻവറും അനുയായികളും ചേർന്ന് വനംവകുപ്പ് ഓഫീസ് അടിച്ചു തകർത്തത് വിവാദമായിരുന്നു. സംഭവത്തിൽ അൻവറിനെതിരെയും സഹായികൾക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു. പിന്നാലെ അന്ന് രാത്രി തന്നെ നാടകീയമായി അൻവറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഏറെ വിവാദമായിരുന്നു ഈ സംഭവം. ഒരു സിറ്റിംഗ് MLA-യെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് കേരളത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത സംഭവമായിരുന്നു. അതിനു പിന്നാലെയാണ് അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണവും വരുന്നത്. ഇതോടെ അൻവറിനെ പൂട്ടാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. അതേസമയം തൃണമൂൽ കോൺഗ്രസിനെ UDF ഘടകകക്ഷിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് PV അൻവർ കത്തയച്ചിരുന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC പ്രസിഡന്റ് K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർക്കാണ് PV അൻവർ കത്തയച്ചത്. 10 പേജുള്ള കത്തിൽ UDF-മായി സഹകരിക്കാൻ തയ്യാറാണെന്നാണ് അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത്. UDF-ലെ മറ്റ് ഘടകകക്ഷി നേതാക്കൾക്കും കത്ത് നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് MLA സ്ഥാനം രാജിവെച്ചത് എന്നും തൃണമൂലിൽ ചേർന്ന് രാഷ്ട്രീയ സാഹചര്യം എന്ത് എന്നുമെല്ലാം അൻവർ കത്തിൽ വിശദീകരിക്കുന്നുണ്ട്. 2 ദിവസം മുൻപാണ് കത്ത് UDF-ന് ലഭിച്ചത്. തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമാക്കിയാൽ ഉണ്ടാകുന്ന ഗുണവും കത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അൻവറിന്റെ കത്തിൽ വൈകാതെ തീരുമാനമുണ്ടാകുമെന്നാണ് കരുതുന്നത്. എന്നാൽ അതിനിടയിലാണ് PV അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കത്തിന്റെ കാര്യം കൂടുതൽ ചർച്ച ചെയ്തേ ഇനി തീരുമാനമുണ്ടാകൂ.